ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ അമൃത. ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് അകാലനരയാണ്. അകാലനരയെക്കുറിച്ച് കുറച്ച് മൂന്നാല് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകാലനര നമ്മൾ ഇപ്പോൾ കമൻറ്റിൽ അകാലനരക്ക് എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പോൾ നമുക്ക് ഒറ്റ വാക്കിൽ അത് ഉത്തരം പറയാൻ പറ്റില്ല. കാരണം അകാലനരക്കുള്ള കാരണങ്ങൾ തന്നെ പലതാണ്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ അറിയാതെ നമ്മൾ വെറുതെ മരുന്ന് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പുറമെ എണ്ണ തേച്ചുകൊണ്ടോ ഒന്നും കാര്യമില്ല. അതിൻ്റെ റൂട്ട് കോസ് എന്താണ്, അതിൻ്റെ കാരണം എന്ന് നമുക്ക് കണ്ടെത്തേണ്ടതാണ്. അതാണ് മെയിൻ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അകാലനര എന്ന് പറയുമ്പോൾ ഒരു 35 കഴിഞ്ഞിട്ട് വരുന്ന നരയെ നമുക്ക് അകാലനര എന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ലേറ്റ് 30 ആകുമ്പോൾ നമുക്ക് നരച്ചു തുടങ്ങും. അത് എന്താണ്, അതൊരു സ്വാഭാവിക നരയാണ്. അതല്ലാതെ ഒരു 30ൻ്റെ താഴെ ഉള്ള ഒരു 20-20 നരക്കുന്നത് നമുക്ക് അകാലനരയിൽ പെടുത്താം. പിന്നെ ഇതിൽ മെയിനായിട്ട് ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ്. നമ്മുടെ അച്ഛനും അമ്മക്കൊക്കെ പെട്ടെന്ന് നരച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്കും ആ ഒരു പ്രായമാകുമ്പോൾ നര വരും. അത് സ്വാഭാവികമാണ്. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്സാണ്. നമ്മുടെ സ്ട്രെസ്സ് കൂടുമ്പോൾ നമ്മുടെ കോർട്ടിസോൾ കൂടുകയും അതുമൂലം തന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുകയും ഒക്കെ ചെയ്യും. ഈ മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്നത് നമുക്ക് സാധാരണയിൽ കൂടുതൽ കുറയുന്നത് മൂലമാണ് പെട്ടെന്ന് നര വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രെസ്സ് കാരണവും നമുക്കിതുപോലെ നര പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു വേണ്ടി നമുക്ക് പ്രാണായാമ പോലുള്ള കാര്യങ്ങൾ, മെഡിറ്റേഷൻ, യോഗ, ഇതൊക്കെ നമ്മുടെ ഡെയിലി റുട്ടീൻ്റെ ഭാഗമാക്കാവുന്നതാണ്. ഉറക്കക്കുറവും ഒരു കാരണമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 8 hours എങ്കിലും പ്രോപ്പറായിട്ടുള്ള സ്ലീപ്പ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒരു കറക്റ്റ് ടൈമിൽ ഉറങ്ങി കറക്റ്റ് ടൈമിൽ എണീക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ പലരും പറയും 8 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ 1 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ കുറേ ലേറ്റായിട്ട് എണീക്കുന്നതൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, കറക്റ്റായിട്ട് ഒരു 10 to 6 ഉറങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ല കറക്റ്റായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറയുന്നത് പുറമേ നിന്നുള്ള നമ്മുടെ പൊല്യൂഷൻ, അതായത് എയർ പൊല്യൂഷൻ മൂലം നമ്മുടെ ഒരുപാട് പൊടികളും ഒക്കെ നമ്മുടെ ഹെയറിൽ പറ്റുകയാണ്. അല്ലെങ്കിൽ സൺ എക്സ്പോഷർ, നല്ല വെയിലത്ത് ഒരുപാട് സമയം കൊള്ളുകയൊക്കെ ആണെങ്കിലും അത് നമ്മുടെ ഹെയറിന് ബാധിക്കും. അത് നമ്മുടെ പിഗ്മെൻറ്റേഷൻ തരുന്ന സെൽസിനെ ബാധിക്കുകയും ഡാമേജ് ആക്കുകയും ഓക്സിഡേറ്റീവ് സ്ട്രെസ് മൂലം നമുക്ക് നര വരികയും ചെയ്യും. അതേപോലെയാണ് നമ്മൾ സ്മോക്ക് ചെയ്യുന്നവർക്കും പെട്ടെന്ന് നര വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതാണെങ്കിൽ ആ സ്മോക്കിംഗ് ഒഴിവാക്കുക. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വളരെ വെയിലത്തൊക്കെയാണ് പോകുന്നതെങ്കിൽ നമ്മളൊരു സ്കാർഫ് കൊണ്ട് തലയൊക്കെ പൊതിയാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പല കുട്ടികൾക്ക് വരെ നരച്ചിട്ട് കാണാറുണ്ട്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ്. B12 കുറവ്, വിറ്റാമിൻ ഡി, കാൽസ്യം, കോപ്പർ, സിങ്ക്, അതുപോലെ തന്നെ അയൺ, ഇതിൻ്റെയൊക്കെ കുറവ് മൂലം നമുക്ക് നര പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ B12, അയണും വിറ്റാമിൻ ഡിയും ഒക്കെ നമ്മൾ റുട്ടീൻ ചെക്കപ്പായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. കുറവുണ്ടെങ്കിൽ ന്യൂട്രിയൻസ് സപ്ലിമെൻറ്റ്സ് എടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലൂടെ തന്നെ മാക്സിമം ഈ ന്യൂട്രിയൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് നട്ട്സും സീഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കോപ്പറും സിങ്കും പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സഹായിക്കും. അതുപോലെ കാൽസ്യം അടങ്ങിയിട്ടുള്ള, പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ലൈഫ് സ്റ്റൈൽ നന്നായിട്ട് കീപ്പ് ചെയ്യുക. അതായത് നല്ല രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് മെയിൻ ഒരു കാര്യമാണ് കേട്ടോ. അടുത്ത ഒരു കാരണം എന്ന് പറയുന്നത് പല അസുഖങ്ങൾ മൂലവും നമുക്ക് ഈ ഒരു നര വരാം. അസുഖങ്ങൾ, ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഹൈപ്പോതൈറോയിഡിസം പോലുള്ള കണ്ടീഷൻ, തൈറോയിഡ് കുറവാണെങ്കിൽ നമുക്ക് ഇതുപോലെ നര വരാം. ഇപ്പോൾ ചിലവർ അകാലനരക്ക് എന്താ ചെയ്യേണ്ടത് ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഈ ടെസ്റ്റുകളൊന്നും ചെയ്യാതെ, ഇപ്പം B12 അല്ലെങ്കിൽ വിറ്റാമിൻ ഡി, തൈറോയിഡ് ടെസ്റ്റ്, ഇതൊന്നും ചെയ്യാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ കുറവുണ്ടെങ്കിൽ അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഹൈപ്പോതൈറോയിഡിസത്തിലും ഇതുപോലെ പെട്ടെന്ന് നിരക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആൽബനിസം, അതുപോലെ പെർണീഷ്യസ് അനീമിയ, ഇതുപോലുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് പെട്ടെന്ന് നര വരാനുള്ള സാധ്യത കൂടുതലാണ്. അടുത്തതെന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽസിൻ്റെ അമിതോപയോഗമാണ്. അതായത് വളരെ ഹാഷായിട്ടുള്ള ഷാംപൂ, കണ്ടീഷണർ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഹീറ്റ് കൊടുക്കുക, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുക, ഇങ്ങനെയുള്ളത് വളരെ കൂടുതലായി ചെയ്യുമ്പോൾ നര പെട്ടെന്ന് വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പലരും നമ്മളിപ്പം ഹീറ്റ് പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ, ഹീറ്റ് പ്രൊട്ടക്റ്റിംഗ് സ്പ്രേസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റനിങ്ങും കേളിക്കും ഒക്കെ ചെയ്യുമ്പോൾ, അങ്ങനെ ഇടക്കിടക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് നര വരാനുള്ള സാധ്യത
കൂടുതലാണ്. അപ്പോൾ അടുത്തൊരു റീസൺ നമ്മൾ ആയുർവേദത്തിൽ പറയുന്നത് ഉപ്പ് കൂടുതൽ കഴിക്കുന്നതും നമുക്കിതുപോലെ നര വരാനുള്ള ഒരു കാരണമാണ്. അതായത് പിത്ത വർദ്ധിക്കുമ്പോഴാണ് നര കൂടുന്നത് എന്നാണ് ആയുർവേദ പ്രകാരം പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗവും ഇങ്ങനെ നര വരാനുള്ള ഒരു റീസൺ ആണ്. ഇനി ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നാൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ കുറക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് നമ്മുടെ റീസൺ എന്ന് കണ്ടെത്തിയിട്ട് അതിനെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ അടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ആയുർവേദത്തിൽ അഭ്യംഗം, അതായത് ഹെഡ് മസാജ് ആണ് പറയുന്നത്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ശിരോബസ്തി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും ഒരു ഓയിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് നീലബൃങ്കാതി ഉപയോഗിക്കാം, അല്ലെങ്കിൽ പ്രപുണ്ടരീകാതി തൈലം ഉപയോഗിക്കാം. പ്രപുണ്ടരീകാതി തൈലം നല്ലതാണ്. അത് നമ്മളിപ്പോൾ നരച്ച മുടി തിരിച്ച് കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, അങ്ങനെ കറുപ്പാവില്ല. അത് ഇനി കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രപുണ്ടരീകാതി തൈലവും നീലബൃങ്കാതി തൈലവും മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രപുണ്ടരീകാതി തൈലം സിംഗിളായിട്ട് ഉപയോഗിക്കാം. അത് നമുക്കൊരു ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹോട്ട് മസാജ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹാഷായിട്ടുള്ള കെമിക്കൽസ് ഉള്ള ഷാംപൂസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. നമുക്ക് ഹെർബൽ പൗഡേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. പറ്റുന്നവരാണെങ്കിൽ ഹെർബൽ പൗഡേഴ്സ് ഉപയോഗിക്കുക. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ശിക്കാക്കായി, റീത്ത, അതുപോലെ ചെമ്പരത്തി ഉണക്കിപ്പൊടിച്ചത്, പിന്നെ നമ്മുടെ കയ്യോന്നിയുടെ പൊടി, നെല്ലിക്കാപ്പൊടി, ഇതൊക്കെ ചേർത്തിട്ട് നമുക്ക് ഹെയർ വാഷ് പൗഡേഴ്സ് ഉപയോഗിക്കാം. ഇതൊക്കെ നമ്മുടെ നര കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ അടുത്ത ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നസ്യമാണ്. നസ്യം വളരെ എഫക്റ്റീവാണ്. നമുക്ക് ഡെയിലി പ്രതിമർശ നസ്യം ചെയ്യാം, വീട്ടിൽ തന്നെ ചെയ്യാം. 2 ഡ്രോപ്സ് ഈ 2 നോസ്ട്രലിൽ ഒഴിക്കാം. ഞാൻ നസ്യത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ കുങ്കുമാതി തൈലം ഉപയോഗിക്കുമ്പോൾ നമ്മൾ നരക്ക് വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കൂ. അപ്പോൾ നസ്യം നമുക്ക് ചെയ്യാം. അതിന് നമുക്ക് കുങ്കുമാതി തൈലം ഉപയോഗിക്കാം. എനിക്ക് കുങ്കുമാതി തൈലം അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ അണുതൈലം കൊണ്ട് നമുക്ക് നസ്യം ചെയ്യാം. ഇതും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ നമുക്കിത് ഡെയിലി നമ്മുടെ റുട്ടീൻ്റെ ഭാഗമായി ചെയ്യാവുന്നതാണ്. ഇത് കൂടുതൽ നര വരാതിരിക്കാനാണ്, നമുക്ക് വന്ന നരയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്ന് മനസ്സിലാക്കുക. ഇനി കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നസ്യവും ചെയ്യാം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡയറ്റിൽ നമുക്ക് നെല്ലിക്ക ഡെയിലി ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് വളരെ എഫക്റ്റീവാണ്. നെല്ലിക്ക, കയ്യോന്നി, ഇതൊക്കെ നമുക്ക് കഴിക്കുന്നത് നര കൂടുതൽ വരാതിരിക്കാനും നരയെ തടയാനും ഒക്കെ നല്ലതാണ്. കയ്യോന്നി നമുക്ക് രസായനങ്ങളായിട്ട് കിട്ടും. രസായനങ്ങൾ കഴിക്കുന്നതും വളരെ നല്ലതാണ്. ഭൃംഗരാജ രസായനം പോലുള്ള, നരസിംഹ രസായനം പോലുള്ള രസായനങ്ങൾ. അതിപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളുടെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രം അകത്തേക്കുള്ള മരുന്നുകൾ കഴിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ അതുപോലുള്ള രസായനങ്ങൾ കൂടെ നമ്മുടെ പ്രിമച്വർ ആയിട്ടുള്ള ഗ്രേയിങ്ങിനെ തടയാൻ വേണ്ടിയിട്ട് സഹായിക്കും. നിങ്ങൾക്ക് ഒരു ഹെയർ പാക്കായിട്ട് ത്രിബല ഉപയോഗിക്കാവുന്നതാണ്. ത്രിബലാതി ചൂർണോ അല്ലെങ്കിൽ ത്രിബല ചൂർണോ വീക്കിലി ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്തിട്ട് ഒരു ഹെയർ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ നര കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. ഇനി നര തടയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു എണ്ണ പറഞ്ഞു തരാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഒരു 20 ഗ്രാമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ 20 ഗ്രാം കറിവേപ്പില നന്നായിട്ട് അരച്ച് നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റാക്കി എടുക്കുക. അത് ഒരു 100 ml വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് വെക്കുക. അത് ഒരു വൈകുന്നേരം ഇട്ട് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 100 ml വെള്ളം കൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നിങ്ങളൊരു ഇരുമ്പ് ചീനച്ചട്ടിയിൽ കാച്ചിയെടുക്കുക. കാച്ചിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ വെള്ളം വറ്റി തീരണം, അതാണ് അതിൻ്റെ കണക്ക്. നമുക്കൊരു 90 ml ഒക്കെ ആയിട്ട് എണ്ണ ഏകദേശം കിട്ടും. അത് നന്നായിട്ട് ഈ നമ്മൾ അരച്ച പേസ്റ്റ് നല്ല ഒരു തരി പോലെ വരും. ആ ഒരു പാകം വരെ ഒരു മണൽത്തരി പരുവത്തിൽ വരും. നമ്മൾ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരു മണൽത്തരി ഉരുട്ടുന്നത് പോലെ തോന്നും. ആ ഒരു പാകം വരെ നമ്മളത് വറ്റിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ഇത് നര കൂടാതിരിക്കാൻ വളരെ നല്ലതാണ്. നിങ്ങൾക്ക് കറിവേപ്പില അകത്തേക്ക് കഴിക്കുന്നത് നല്ലതാണ്. നര ഞാൻ നേരത്തെ പറഞ്ഞ നെല്ലിക്ക പോലെ തന്നെ നമുക്ക് അകത്തേക്ക് കഴിക്കാനും കറിവേപ്പില വളരെ നല്ലതാണ്. ഇതൊക്കെയാണ് അകാല നരയെ തടയാനുള്ള, കൂടുതൽ വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കാരണങ്ങൾ കണ്ടെത്തിയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക് യു.